വിദേശത്തേക്ക് ഇന്ത്യക്കാർക്ക് പോകാൻ കഴിയുന്നില്ല. ഇതിനെ കുറിച്ചിട്ട് നമ്മളിപ്പോ 3 വീഡിയോ ചെയ്തു. അപ്പോഴേക്കും എത്ര പ്രവാസികളാ വിളിക്കുന്നറിയോ? UK, US, കാനഡ, അങ്ങനെ പല സ്ഥലത്തും, ഓസ്ട്രേലിയ, എല്ലായിടത്തു നിന്നും സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വിളിച്ച് പറയാണ്. താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്, ഈ നോർത്ത് ഇന്ത്യനെ കൊണ്ട് പൊറുതി മുട്ടി എന്നുള്ളത്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പി ഇട്ട് വെക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട്. പക്ഷെ ഞാൻ 1-2 വീഡിയോ ഉള്ളെന്ന കരുതിയേ. എന്നാ കാനഡയിലുള്ള ഒരാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഈ വാക്കിങ്ങിനൊക്കെ പോണ സമയത്ത് പോലും പലയിടങ്ങളിലും പബ്ലിക്കായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതോ ഈ പറയുന്നില്ല, ഈ ഹിന്ദിക്കാർ തന്നെയാണെന്നുള്ളതാണ്. ഇതൊന്നും കൂടാതെ ഇന്ത്യയിൽ നിന്ന് കയറ്റി കൊണ്ടുപോകുന്നുണ്ട് അത്ര കുറെ പാൻ മസാലകളൊക്കെ, ഇതും അവിടെ ചവച്ച് അരച്ച് തുപ്പുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് എവിടുന്നാണ് ഈ സാധനം കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ രാജ്യത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ രാജ്യത്ത് അതിനൊരു ബാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഈ മുറുക്കി തുപ്പലൊക്കെ റോഡ് സൈഡിൽ. അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷുകാരൊക്കെ ഇപ്പൊ റോട്ടിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ അതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എന്നാൽ നമ്മൾ കൂട്ടമായി ചെന്ന് അവിടുന്ന് ഇതൊക്കെ ചെയ്യുന്ന പറയുന്നേ. മദ്യപാനികളായുള്ള ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും, പക്ഷെ ഇവര് റോട്ടിൽ വെച്ച് മദ്യപിക്കാറില്ല. ഇപ്പൊ ന്യൂ ഇയർ വന്നതോട് കൂടിയിട്ട് ഒരുപാട് വിഷയങ്ങൾ നടന്നു എന്നാ പറയുന്നത്. ഇപ്പോ കാനഡയിലേക്കുള്ള വിസ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യക്കാരില് നോർത്ത് ഇന്ത്യൻകാർക്ക് അത്യാവശ്യം നല്ല പണി കിട്ടി, സൗത്ത് ഇന്ത്യക്കാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ പോലും അവിടെ വിദ്യാഭ്യാസം പൂർണ്ണമാക്കിയതിന് ശേഷം നമുക്ക് 2 വർഷമൊക്കെ നിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അതിലൊക്കെ ഭേദഗതി വരുത്തി. ആ ഭേദഗതിക്ക് എതിരെ വളരെ ശക്തമായിട്ട് തന്നെ ഹിന്ദിക്കാരവിടെ കിടന്നിട്ട് കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എനിക്ക് അയച്ചുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കാണാം, അതിനുശേഷം പറയാം. ഏതൊക്കെ ഇംഗ്ലീഷ് പടം കണ്ടിട്ട് നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ചത് രണ്ടെല്ലെത്തിയതോ ഒരുത്തൻ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അയച്ചു എന്നാണ് തോന്നുന്നു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ കമന്റ് ബോക്സ് ആണ്. എല്ലാവർക്കും ഇന്ത്യക്കാരെ തെറി വിളിക്കുക, ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് എങ്ങനെ വിളിക്കാതിരിക്കും? ഇജാതി കാട്ടപരാധമല്ലേ ഈ നാറി അവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവൻ കാണുന്ന എല്ലാവരും ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവൻ പബ്ബിൽ പോകുന്നതൊക്കെ ചിലപ്പോൾ ഇതിന് തന്നെ ആയിരിക്കുമല്ലേ. ഇങ്ങനെയുള്ള കാട്ടപരാധികൾ കാരണം ഇന്ത്യക്കാർ മൊത്തം നാറ്റിച്ചുകൊണ്ടിരിക്കുക. 1. 2, ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാട്ടപരാധം വർദ്ധിച്ചുകൊണ്ടാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളും UK, ഓസ്ട്രേലിയയും കാനഡയും എല്ലാം ജാതി നിയമങ്ങൾ ഘടിപ്പിച്ചിട്ട് 5 വർഷത്തെ VR 10 വർഷത്തേക്ക് ആക്കുന്നത്. എന്തിന് യൂറോപ്യൻ കൺട്രീസ് ഇപ്പൊ ടൂറിസ്റ്റ് വിസകളടക്കം റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് മാത്രമല്ല, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് പഠിക്കാനോ ഇല്ലെങ്കിൽ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥ വരെ നിയമങ്ങളിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്, ഘടിപ്പിച്ചിരിക്കുന്നത്. അതിങ്ങനെ വലിഞ്ഞേറി വന്നിട്ടുള്ള ചില അപരാധികൾ കാരണമാണ്. അതെ അതെ അതെ, ഇത് മലയാളിയാണോ ഇത് ഹിന്ദിക്കാരനാണോ എന്ന് അറിയില്ല. മോന്തായം കണ്ടിട്ട് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. എന്താവട്ടെ, എന്തൊക്കെയായാലും ഇത്തരം വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അവിടെയുള്ള ആളുകളൊക്കെ ഇതാണ് എന്ന് ധരിച്ചങ്ങ് ചെല്ലുക. അവര് കുറച്ച് ഓപ്പൺ മൈൻഡ് ആണ്, അതേപോലെ അവരുടെ സംസ്കാരം ഇതാണ് എന്നുള്ള ഒരു ധാരണയിലാണ് ഈ ചെല്ലുന്നത്. എന്താടേ, നിനക്ക് വല്ല റെഡ് സ്ട്രീറ്റിലെ പോടെ അവിടെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് കാമം തീർക്ക്. ഏതെങ്കിലും രാജ്യത്ത് പഠിക്കാൻ പോവുക, പഠിക്കുക, ജോലി എടുക്കുക, തിരിച്ചു വരിക. അവിടുത്തെ ആളുകളെ ഉപദ്രവിക്കുന്ന എന്തിനാടേ? അവന് മിക്കവാറും നല്ല അടി കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കയറ്റി വിട്ടു. ഒരുപാട് എണ്ണത്തിന് ഇതേ അവസ്ഥ തന്നെയാണെന്നുള്ളതാണ്. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്ത്, ഇപ്പൊ നമ്മൾ ചേരെ തിന്ന നാട്ടിൽ വെച്ച് നടുകണ്ടം തിന്നണം എന്ന് പറഞ്ഞ പോലെ തന്നെ ആ നാട്ടുകാർ, അതിനർത്ഥം അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡ്രഗ് അടിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടെ കൂടണമെന്നോ അവർ പെണ്ണ് പിടിക്കണമെങ്കിൽ അതിന് കൂടെ കൂടണമെന്നോ അല്ല കേട്ടോ. ആ നാട്ടിലെ ഒരു നന്മയുണ്ടാവും. ആ നന്മ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിസിപ്ലിൻ ആയിരിക്കും. ആ ഡിസിപ്ലിന്റെ കൂടെ പോകുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ ആഘോഷങ്ങൾ ഉണ്ടാവും, നമ്മുടെ ആഘോഷങ്ങൾ നമുക്ക് ആഘോഷിക്കുക, അതിനൊന്നും ഒരു തർക്കമില്ല. ഒരു രാജ്യവും അതിനെ എതിർക്കുന്നില്ല. പക്ഷെ അത് നിങ്ങളുടെ അകത്ത് മതി എന്നുള്ളതാണ്. ആ രാജ്യക്കാരൊന്നും പറയില്ല. നമുക്കൊരു റൂം ഉണ്ടെങ്കിൽ ആ റൂമിനകത്ത് വെച്ച് ഒരു കേക്ക് മുറിക്കുന്നത് കൊണ്ടോ ഒരു സദ്യ കഴിക്കുന്നത് കൊണ്ടോ ഒരു പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സാധനമാണ് പ്രകൃതി മലിനീകരണം, മറ്റു സാധനങ്ങളൊക്കെ, ഈ പടക്കം പൊട്ടിക്കലും പുകവെക്കലൊക്കെ. നമ്മുടെ നാട്ടിലേക്ക് വാ, ഇന്ത്യയിലോട്ട് വാ. ഇന്ത്യയിൽ വന്ന് നീ എന്ത് പോഴത്തരച്ച കാണിക്ക്, ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതായത് ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ ആണ്, അവന്റെ സംസ്കാരം അതിന്ന് കാണാം. फोटो खिंचवा रही है क्या बाद में फोटो ഏതൊരു ബീഹാറിയാണെന്ന് തോന്നുന്നത്. ഈ ബീഹാറി എന്ന് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ വീഡിയോയിൽ ഞാനൊരു ബീഹാറിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ബീഹാറി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും ബീഹാറികൾ വരാറുണ്ട്. ഇവരാണ് ഏറ്റവും വൃത്തികെട്ട ഒരു സംസ്കാരമുള്ള ആളുകൾ. സംസ്കാരത്തിൽ നല്ല ഉണ്ടാവും കേട്ടോ, സംസ്കാരം കൃത്യം മനസ്സിലാക്കാനാണെന്നുള്ളതാണ്. അതായത് ഏറ്റവും കൂടുതൽ ഈ പാൻ മസാലകൾ ചെറിയ കുട്ടികൾ മുതൽ ഉപയോഗിക്കുന്നത് ഇവരിലാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. പിന്നെ UP-ക്കാർ ഇവിടെ വരുന്നുണ്ട്, അവർ പുണ്യാളന്മാരെന്നല്ല ഞാൻ പറയുന്നത്. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ കഷ്ടമാണെന്നുള്ളതാണ്. ഈ സൗത്ത് ഇന്ത്യയിൽ പെട്ടെന്നാണ് ഈ കർണാടക അല്ലേ. ഈ കർണാടകയിലും ഉണ്ട് കുറെ ആളുകൾ, പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങനെ അടിച്ചാക്ഷേപിക്കണ്ട. കാരണം കുറച്ച് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെയാണ് ഇവരൊക്കെ. അതുകൊണ്ട് അങ്ങനെ പറയാന്നുള്ളതാണ്. മലയാളികളിൽ ഉണ്ട് കേട്ടോ, എല്ലാവരും പുണ്യാളന്മാരൊന്നുമില്ല, നല്ല അടിപൊളി കൂതറകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവരെന്തിനാണ് ആ രാജ്യത്ത് പോയിട്ടുണ്ടാവുക?
ഇവന്റെ ലുക്കൊക്കെ കണ്ടിട്ട് സ്റ്റുഡന്റ് വിസയിൽ കയറാനുള്ള പ്രായം ഇവന്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഏതെങ്കിലും വല്ല ചാടിയതാവാനുള്ള സാധ്യതയുണ്ട്. അവിടെ ചെല്ലുക, എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ വൃത്തിയോട് പറഞ്ഞത് അതേ രാജ്യത്തുള്ള ആളുകളാണ് ഇത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടല്ലോ, അതിന്റെ ഹെഡിങ് കണ്ടില്ലേ നിങ്ങൾ? ആ രാജ്യക്കാർ തന്നെയാണ്. ഇപ്പൊ മലയാളികളാണെങ്കിലും തമിഴന്മാരാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ഏതൊരു ഇന്ത്യക്കാരൻ എന്ത് ചെയ്താലും അത് കൃത്യമായി അവര് തന്നെ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ നായ്ക്കളെയൊക്കെ ഒന്ന് ഓടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി ഞാനൊരു ക്ലിപ്പ് കാണിക്കും. ഈ ക്ലിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ വീഡിയോന്റെ അടിയിൽ വരുന്ന ഒരു കമന്റ് ആണല്ലോ എന്ന് തോന്നിപ്പോകും. ഒന്ന് കാണാം. What do you think about Indians? I actually hate Indians so much. They smell bad. You smell bad. They literally have poop throwing festivals, which is literally disgusting. I can't even be next to you right now. You smell so bad. 2-3 നേരം കുളിക്കുന്ന മലയാളികൾ ഇത് കാണുമ്പോ ഈ കിണ്ടിക്കാരെ കിട്ടിയ തലടിച്ച് പൊട്ടിക്കാൻ തോന്നും. കുളിക്കൂല, പല്ലും തേക്കൂല, നായ്ക്കാട്ടങ്ങൾ ഇങ്ങനെ ചവച്ചും തുപ്പി ഇങ്ങനെ നടക്കും. പറയുന്നില്ല, പണ്ടാറ പോലെ 3 നേരമൊക്കെ കുളിക്കുക ഒരു മലയാളി. അവൻ ഡ്രസ്സിൽ ഒരു ചെറിയ ചളി വീണ അത് അപ്പൊ തന്നെ ക്ലീൻ ആക്കും എന്നുള്ളതാ. അത്രക്ക് വൃത്തിയുള്ള മലയാളികൾ പോലും ഇവര് പറയുന്നത് ഇന്ത്യൻസ് എന്നതിൽ പെട്ടുപോയില്ലേ, നാറ്റം സഹിക്കില്ല എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട കമന്റ് ഇതാണ്. ആ സ്മെല്ലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യക്കാരുടെ എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ പറയുന്ന ഡയലോഗാ സ്മെല്ല് സഹിക്കാൻ പറ്റില്ല എന്നുള്ളത്. എന്താ സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? ഈ മണഗുണാഞ്ചന്മാർ ഉപയോഗിക്കുന്നത് കടുകെണ്ണയാണ്. ഈ കടുകെണ്ണ തലയിൽ തേച്ച് കഴിഞ്ഞാൽ എനിക്ക് പോലും ആ മണം ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിൽ വരുന്ന ഹിന്ദിക്കാരുടെ മണം നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ പറയുന്ന വാക്ക് ഇതാണ്, എന്ത് നാറ്റാണ് എന്നുള്ളത്. അതിവര് മുറുക്കിത്തുപ്പണോണ്ട് മാത്രമല്ല, മുറുക്കിത്തുപ്പണത് വേറെ. ഇവരുടെ പൊതുവെ ഈ ഉപയോഗിക്കുന്ന കടുകെണ്ണയുടെ മണം കാരണമാണ് അവർക്ക് വെറുപ്പ്. എനിക്കിഷ്ടമല്ല, പേഴ്സണലി എനിക്കിഷ്ടമല്ല ഈ ഒരു മണമൊന്നും. ഞാനൊരു വെളിച്ചെണ്ണ ഉപയോഗിക്കാറുമില്ല കേട്ടോ, അത് വേറെ കാര്യം. എനിക്ക് ആ ഒരു സ്മെല്ലും കൂടുതൽ പറ്റാറൊന്നുമില്ല. പക്ഷെ ഈ കാച്ചിയ വെളിച്ചെണ്ണയ്ക്ക് ഒരു സ്മെല്ലാന്നൊക്കെ നമ്മൾ പറയും. അത് നമ്മക്കേ ഉള്ളൂ. മറ്റുള്ള രാജ്യക്കാർക്ക് അത് പുതുമയാണ്, അവർക്ക് അത് ഇഷ്ടമാവണമെന്നില്ല. അപ്പൊ നമ്മുടെ കാച്ചിയ എണ്ണയാണെന്നുണ്ടെങ്കിലും ഇവരെ ഈ ഒരു കടുകെണ്ണയാണെന്നുണ്ടെങ്കിലും വൃത്തിയായിട്ട മാറ്റായിരിക്കും. പിന്നെ ഇവരുടെ മുറുക്കിത്തുപ്പോയി പല്ല് കണ്ടിട്ടില്ലേ, കറുത്ത് പണ്ടാറടങ്ങിയിട്ട്. എല്ലാത്തിനും അവസ്ഥ ഇതാന്നുള്ളതാ. അവിടെ പോയാൽ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പൊ പിന്നെ അവരിത് പറഞ്ഞതിൽ കുറ്റം പറയാൻ കഴിയില്ല. നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഇതിനെ നെഞ്ചത്തൊരു ബോർഡ് വെക്കാം, ഫ്രം കേരള. അപ്പൊ വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും കാച്ചിക്കുറുക്കി എണ്ണ നമുക്ക് മാത്രമാണ് കേട്ടോ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇതൊക്കെ പോട്ടെ, അതായത് മുറുക്കി തുപ്പണ ഇവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് വെക്കാം. അതേപോലെ തന്നെ ഈ കടുകെണ്ണ മാറ്റാനും കഴിയില്ല എന്ന് വെക്കാം. പിന്നെ സംസ്കാരം അത് പോട്ടെ, പണ്ടാറടങ്ങാന്ന് വെക്കാം. അടുത്ത സാധനം എന്താ വെച്ചാ, നമ്മുടെ രാജ്യത്ത് ഓരോരോ ഉത്സവങ്ങൾ നടക്കും. പള്ളിയിലാണെന്നുണ്ടെങ്കിലും അതേ അമ്പലങ്ങളിലാണെന്നുണ്ടെങ്കിലും അല്ലെ, അത് നമ്മൾ റോട്ടിൽ തന്നെയാണ് കൊണ്ടാടുന്നത്. പക്ഷെ മറ്റൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഇതുവരെ കാണാത്ത രീതിയിൽ നമ്മളത് ചെയ്യുമ്പോൾ എന്താ അവസ്ഥ? ജർമ്മനിയിലെ ഒരു അവസ്ഥയാണ്. ഞാൻ വീഡിയോ സൈഡിൽ വെച്ചിട്ട് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും. അതായത് കണ്ടു കഴിഞ്ഞ തമിഴ്നാടായിട്ട് തോന്നും. ദിസ് ഈസ് നോട്ട് നോർത്ത് ഇന്ത്യ കേട്ടോ, ഇത് സൗത്ത് ഇന്ത്യ ആണ്, സൗത്ത് ഇന്ത്യ. ഇവരും പോയിട്ട് നമുക്ക് നല്ല 8ന്റെ പണി എന്നുണ്ട്. മലയാളികൾ ആഘോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണത്തിന് ഒരു വടംവലി അത് റോട്ടിൽ വെച്ച് ആഘോഷിക്കും, ഒരു ഉറിയടി അത് വേണമെങ്കിൽ ആഘോഷിക്കും, പിന്നെ 2 പാട്ട് പാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കും എന്നല്ലാതെ നമ്മളുടെ ഈ പരിപാടി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഈ തമിഴന്മാർ അവിടെ പോയിട്ട് ശബരിമലയുടെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര്. അമ്മാതിരി ടീമാണ്. കണ്ടില്ലേ, ഇത് ഷെയർ ചെയ്തിട്ടുള്ള അവിടെ ഒരു ഇൻഫ്ലുവൻസർ ആണ്. അയാൾ കൃത്യമായിട്ട് അതിനെ ഒരു അടിക്കുറിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളതാണ്. തിരിച്ചു പോടെ നാട്ടിലേക്ക്, ഞങ്ങളുടെ നാട് നിനാടാ നശിപ്പിക്കുന്നത്, ഞങ്ങളുടെ പുഴ ഞങ്ങളുടെ കടൽ അത് ഞങ്ങളുടേതാണ്, അത് നിങ്ങളുടെ ദൈവത്തിൻ്റെതല്ല എന്നൊക്കെ പറയുന്നേ. കമന്റ് കാണണം നിങ്ങള്. അപ്പൊ തമിഴൻസ്, നിങ്ങൾ ഈ വീഡിയോ പാത്തിട്ട് ഇറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. നിങ്ങൾക്ക് മലയാളം കേട്ടാൽ മനസ്സിലാവുമല്ലോ, നമുക്ക് തമ്മിൽ അങ്ങനെ ഒരു അന്തർധാര ഉണ്ടല്ലോ. അതുകൊണ്ട് പറയാണ്, നമ്മുടെ ആഘോഷങ്ങൾ അത് നമ്മുടെ ഇവിടെ വെച്ചാൽ പോരെ. ആ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച നാളെ നിങ്ങൾ അവിടേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാവും. ഇതാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നാണെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. എവിടെന്നാ? കേരളത്തിൽ നിന്നാണെന്നുള്ളതാ. ഇനി ഒരു ബീഹാറിയുടെ ഒരു ബ്യൂട്ടിഫുൾ സെയിലിംഗ് ആണ്. ഇത് നിങ്ങൾ കാണാത്ത പോകരുത്. പന്നിപ്പരി മസാലപ്പരി ഒന്ന് കേക്ക്. लंदन की मेट्रो में समोसे बेच रहा है आदमी। पटरी भी लंदन शहर की, ये स्टेशन भी लंदन शहर का, और पीछे आती हुई रेलगाड़ी भी लंदन शहर की। और अब से यहाँ के लोग क्रोसेंट नहीं, बिहारी के समोसे खाएंगे। अब यही समोसा जाकर रेलगाड़ी में बेचेंगे। अरे भैया ट्रेन आ गई, ट्रेन आ गई, ट्रेन आ गई। अरे ट्रेन आ गया, आप ग्राहक पकड़ते, अब ग्राहक मिलेगा। समोसे ले लो, समोसे, बिहारी के समोसे ले लो। मॉडर्न भैया है, इनको टिश्यू भी देना पड़ता है समोसे के साथ। इस वाली में तो पक्का 10-15 ग्राहक मिल ही जाएगा। अपनी लाइफ बेटर करने गए लंदन, वहाँ पे भी छिछोरी हरकतें करनी शुरू कर दी। इस आदमी की रील पहले भी देखी थी मैंने,
पर तब अपनी दुकान के सामने बेच रहा था, अब तो पहुंच गया पब्लिक जगह पे, बेच ये रहा है। शर्मिंदगी मुझे हो रही है, एम्बैरेसमेंट मुझे हो रही है। मैं समझ नहीं आ रहा मैं शेमफुल फील करूं, एम्बैरेसमेंट फील करूं इस आदमी की हरकत की वजह से। फिर हमारे अगेंस्ट रेसिज्म होता है, फिर हमारे अगेंस्ट प्रोटेस्ट होते हैं। सैड पार्ट ये है, इस बंदे की रील पे ना आधे मिलियन लाइक्स हैं इस बंदे की रील पे। मतलब इतने लोग इसको फॉलो भी करते हैं, लाइक पसंद करते हैं इसकी हरकतें। दुकान पे बेच ले भाई, क्यों पब्लिक प्लेस में जाके अपनी बेइज्जती करा रहा है और अपने साथ साथ हमारी बेइज्जती करा रहा है। काम ये कर रहा है, नाक हमारी कट रही है, बेइज्जती हमारी हो रही है, बदनामी हमारी हो रही है। सो शेमफुल मैन। ഓക്കെ, ഇപ്പൊ ഈ ലണ്ടനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രോയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ വിൽപ്പന നടത്താൻ പാടില്ല എന്നൊരു നിയമം ആ രാജ്യത്തുണ്ട് കേട്ടോ. ഇതൊന്നും അറിയാത്ത ഒരു ബീഹാറി ആയിട്ടുള്ള, ബീഹാറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യമാണെന്നുള്ളതാണ്. അമ്മാതിരി കൂതറകളാണ്. ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെടാത്ത 2 സ്റ്റേറ്റിലുള്ള ആളുകളാണ്. ഒന്ന് UP, ഒന്ന് ബീഹാറി. രണ്ടും കണക്കാണ്. സോറി, കൊൽക്കത്തയെ ഞാൻ വിട്ടുകളയില്ല, കൊൽക്കത്തയും എനിക്ക് തീരെ ഇഷ്ടമല്ല. നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമില്ലാത്ത സ്റ്റേറ്റുകളൊക്കെ ഉണ്ടാവും ഈ ഇന്ത്യയിൽ അല്ലേ? എന്നാൽ അതൊക്കെ നമുക്ക് ഇന്ത്യയിൽ നിൽക്കുമ്പോൾ പറയാൻ പറ്റുള്ളൂ. വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്ന ഈ കോപ്പായത്തരങ്ങൾ മൊത്തം ഇന്ത്യക്കാരാണെന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളത്. അതിന് മലയാളി എന്നൊന്നുമില്ല, എല്ലാവരിലും പെടുക. അപ്പൊ ഇവരൊക്കെ കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കൊന്നും പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലേക്ക് ആവുന്നു എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നില്ല, ഞാൻ നുണ പറയില്ല, ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ കൂലിപ്പണിക്ക് പോയാൽ 1000-1500 രൂപ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതുകൊണ്ട് ഒരു ദിവസം തള്ളി നിൽക്കാൻ കഴിയോ? ഇല്ല. നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ തന്നെ അത്യാവശ്യം നല്ല പൈസ വേണമെന്നുള്ളതാണ്. ഇപ്പൊ എത്രമാത്രം ഗ്രാജുവേറ്റ് ആയ ആളുകൾ ഈ ഇന്ത്യയിൽ തേരാപാര നടക്കുന്നുണ്ടെന്ന് അറിയോ? ജോലിയില്ല. അതിലൊക്കെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ ഭരണകൂടങ്ങളെയാണെന്നുള്ളതാണ്. ജീവിക്കാൻ കഴിയാത്ത രീതിയിലൊക്കെ ആക്കിയെടുത്തത് അവര് തന്നെയാണ്. അവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി അവർ ഓടി നടന്നപ്പോ നമ്മുടെ രാജ്യം നശിച്ചുപോയി എന്നുള്ളതാണ്. ബെറ്റർ ലൈഫ് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ നോർത്ത് ഇന്ത്യക്കാര് പിന്നെ കുറച്ച് സൗത്ത് ഇന്ത്യക്കാർ ഇല്ല എന്നൊന്നും പറയുന്നില്ല. അവരൊക്കെ ചെന്ന് അവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങൾ കാരണം നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ എനിക്ക് ഇപ്പൊ ഇതിനോടൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇഷ്ടം പോലെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ 2 ചെയ്ത് പിന്നെ നിർത്തിയതാ. പക്ഷെ അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ വെച്ചാൽ ആരെങ്കിലും ഒക്കെ ഇത് ഇപ്പൊ ഹിന്ദിക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവര് അത് തർജ്ജിമ ചെയ്യെങ്കിലും ചെയ്തോളും എന്നുള്ള കാരണം കൊണ്ടാണ് അവർ പറയുന്നത്. പിന്നെ ഞാനിത് ഹിന്ദിയിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കോമഡി ആയി പോകും, അവർ ചിരിച്ചൊരു വിധവും. അതുകൊണ്ടാണ് എനിക്ക് ഹിന്ദി സംസാരിക്കാനും അറിയാം, അത് കേട്ടാലും മനസ്സിലാവും, പറയാനൊക്കെ അറിയാം, പക്ഷെ എഴുതാനും അറിയാം. പക്ഷെ അത് വീഡിയോ ആക്കി ചെയ്യാനുള്ള ഒരു കഴിവ് സത്യം പറയട്ടെ എനിക്കില്ല. മലയാളികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. മലയാളികൾ നിങ്ങൾ എങ്ങോട്ടെങ്കിലേക്ക് എത്തിക്കുക, എന്നിട്ട് അവരുടെ മനസ്സിനകത്ത് അവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് അറിയിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തുക. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരാൾ എനിക്ക് കോൾ ചെയ്തിരുന്നു. അപ്പൊ ആള് പറഞ്ഞ അവസ്ഥ ഇതാണെന്നുള്ളതാണ്. മലയാളികൾ ഒരുമിച്ച് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്, ഹിന്ദിക്കാർ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ നമ്മൾ പോകാറില്ല. അതുകൊണ്ട് തന്നെ ആ രാജ്യക്കാര് നമ്മളെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളോടാണ് കൂടുതൽ സംസാരിക്കാറ് എന്നുള്ളതാണ്. അവരോട് സംസാരിക്കാൻ പോലും പേടിയാണെന്നുള്ളത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തവര് വല്ല കല്ലോ കത്തി എടുത്തിട്ട് നമ്മളെ പണിയാക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഗൾഫിലും തന്നെ അവസ്ഥ. ഗൾഫിൽ ഇപ്പൊ അവർക്ക് വിസ ഇല്ല കേട്ടോ. ഇപ്പൊ നോർത്ത് ഇന്ത്യൻസിന് വിസ പരമാവധി കൊടുക്കുന്നില്ല, പാകിസ്ഥാനികൾക്ക് വിസ കിട്ടുന്നില്ല. അതുകൂടാതെ തന്നെ യഥാർത്ഥ ബംഗാളികൾക്കും ഇപ്പൊ വിസ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു സ്റ്റുഡന്റ് വിസക്ക് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പോലും അതിലൊരു 100-150 നൂലുമാലകളാ അല്ലെ? ഇതൊക്കെ തരണം ചെയ്തുകൊണ്ടാവും നമ്മൾ അവിടെ ചെല്ലുന്നുണ്ടാവുക. ഇവിടുന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് കൂടുതൽ ആളുകൾ പോകുന്നത് എന്നുള്ളതാ. ഈ ഫണ്ട് തിരിച്ചടക്കാൻ കഴിയാതെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭയാനകമാണല്ലേ. പിന്നെ പ്രധാനമായും നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡോളറിന്റെ ഒക്കെ വില കണ്ടില്ലേ നിങ്ങൾ? കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മൂല്യം വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൂല്യം ഇടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ വിലക്കയറ്റം വരുന്നുണ്ട്. നമുക്ക് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ കൂലിപ്പണി എടുത്തുണ്ടാക്കുന്ന പണം കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ബെറ്റർ ലൈഫ് തേടി നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുന്ന് 8ന്റെ പണി കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിനെ ഒന്നും തടയിടാൻ കഴിയില്ല, അത്രമാത്രം പ്രശ്നങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണകൂടം ഇതിനെ ഏത് രീതിയിൽ കാണുന്നു കൂടി പറയാൻ കഴിയില്ല. കാരണം ഇവർക്ക് ഇതിനൊന്നും നേരല്ല. ഇവരിവിടെ പടുകൂറ്റം പ്രതിമകൾ ഉണ്ടാക്കാനും പിന്നെ രാഷ്ട്രീയ ചരടുവലികൾക്കും വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ ഇവിടെയുള്ള യുവജനങ്ങളുടെ അവസ്ഥ പരിതാപകരമാകുന്നുണ്ടവർ ചിന്തിക്കുന്ന പോലും ഇല്ല. ഈ രാജ്യം നിലനിൽക്കുന്നത് തന്നെ ഇവിടെയുള്ള പ്രവാസികൾ അവിടെ നിന്ന് അയക്കുന്ന പണം കൊണ്ടാണ് എന്നുള്ള ബോധം പോലും അവർക്കില്ല. അവര് പോക്കറ്റ് വീർപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മളെ പോലെയുള്ള ആളുകൾ ചക്രശ്വാസം വലിക്കുന്നതും അവര് മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ.